ഷൈൻലാൽ എം പി ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹം മത്സരിക്കുന്നത് ചിഹ്നം അദ്ദേഹം ക്യാമറ ചിഹ്നമാണ്. അപ്പോൾ ക്യാമറയെ മുൻനിർത്തി അദ്ദേഹം ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹവുമായിട്ടുള്ള ഒരു അല്പനേരത്തെ ഒരു ഇന്റർവ്യൂ ആണ്. ശ്രീ ഷൈൻലാൽ, താങ്കളിപ്പോൾ വളരെ ശക്തമായ പ്രവർത്തന രംഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. എങ്ങനെയുണ്ട് പ്രവർത്തനം? എങ്ങനെയുണ്ട്? ഇത്രയും പ്രത്യേകിച്ച് പാർലമെന്റ് മണ്ഡലങ്ങൾ താങ്കൾക്ക് ഓടി ശീലമുള്ള മണ്ഡലമാണ്. അപ്പോൾ അതൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. താഴെത്തട്ട് മുതൽ പ്രവർത്തന രംഗത്ത് വന്ന ഒരാളെന്ന രീതിയിൽ പിന്നെ ശശി തരൂരിനൊപ്പം നിൽക്കേണ്ട ഒരാൾ സ്വതന്ത്രനായി ഒറ്റയ്ക്ക് ഓടി നടക്കുമ്പോൾ, അല്ലെ ഒറ്റയ്ക്കല്ല ഒരു സംഘമുണ്ട് എങ്കിലും ഓടി നടക്കുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്? തീർച്ചയായിട്ടും കഴിഞ്ഞ 15 വർഷക്കാലവും പ്രിയങ്കരനായ ശശി തരൂർ എം പിയോടൊപ്പം ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ സജീവമായി നിന്നയാളാണ്. കുരിശുമല മുതൽ ആറ്റിങ്ങലിൻ്റെ തിരുവനന്തപുരം പാർലമെന്റ് അതിർത്തി ഭാഗങ്ങൾ വരെ വളരെ സജീവമായി പ്രവർത്തിക്കുകയും വിവിധ മേഖലകളിൽ കൂടെ ഉണ്ടായിരുന്ന ആളുമാണ്. പക്ഷേ അദ്ദേഹം തുടക്കകാലം മുതലേ യൂത്ത് കോൺഗ്രസ്സുകാരെ കൂടെ നിർത്തുന്നതിലും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ ഒപ്പം നിർത്തുന്നതിലും പരാജയപ്പെട്ടു പോയി എന്ന് തന്നെയാണ് വ്യക്തമായി പറയാനുള്ളത്. കാരണം താഴെത്തട്ടിലെ പ്രവർത്തകർ, അത് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ആയിരുന്നാലും പ്രവർത്തകരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ഒരു മനസ്സ് കീഴടക്കുവാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി. എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു PR ടീമും അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ടീമുമാണ് എപ്പോഴും ഇലക്ഷനല്ല അതിനുശേഷവും കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത്. പ്രവർത്തകർക്കൊന്നും ഒരു അക്സെപ്റ്റൻസ് ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ശശി തരൂർ എന്ന് പറയുന്ന കഴിഞ്ഞ 15 വർഷക്കാലം തിരുവനന്തപുരം ഭരിച്ച, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ നോമിനേറ്റ് ചെയ്ത തിരുവനന്തപുരത്തിന്റെ പ്രതിനിധിയായ MP താങ്കളുമായിട്ട് എന്തെങ്കിലും അലോസരം നേരത്തെ ഉണ്ടായിരുന്നു? ഒരിക്കലുമില്ല. വ്യക്തിപരമായി ബഹുമാന്യനായ ശശി തരൂരിനോട് യാതൊരുവിധ വിരോധവുമില്ല. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അദ്ദേഹവുമായി സഹകരിച്ച് തന്നെയാണ് നാളിതുവരെയും പോയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ആൾക്കാരുമായി പ്രവർത്തകരുമായി നേരിട്ടൊരു ഇൻട്രാക്ഷൻ ഇല്ല. ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ള ആൾക്കാർ നിയന്ത്രിക്കുന്നതനുസരിച്ചാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ ഇലക്ഷനും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഇവിടെ ചില കോൺഗ്രസ് നേതൃത്വത്തിലെ ചില ആൾക്കാരുടെ വ്യക്തമായ അവഗണനയുടെ ഭാഗമായിട്ടാണ് എന്നെ പോലെയുള്ള സാധാരണ പ്രവർത്തകരുടെ ഒരു ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഓക്കെ. ഈ താങ്കൾ ഇപ്പോൾ ഈ ഇലക്ഷൻ മത്സരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം താങ്കൾ ഏതാണ്ട് ഈ ഏപ്രിൽ മാസം 3-ാം തീയതി രാജിവെക്കുന്നു. ഈ രാജിക്ക് ശേഷം കോൺഗ്രസിനകത്തു നിന്നുള്ള ഒരു അനുനയന ചർച്ചകൾ എത്രത്തോളം നടന്നിട്ടുണ്ട്? അല്ല, ചർച്ചകൾ പല വിധത്തിൽ നടന്നു. പലരും കാണാൻ വേണ്ടി പല ആൾക്കാരെയും അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തുടക്കത്തിലെ, കാരണം ഇതൊരു കോംപ്രമൈസിലേക്ക് എത്തണമെന്ന് അപ്പോഴും ഒരു വ്യക്തമായ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇങ്ങോട്ടില്ല, കോൺഗ്രസിലേക്ക് അല്ലല്ല, കോൺഗ്രസിലേക്ക് ഇല്ല എന്നല്ല. എൻ്റെ നിലപാട് ഈ ഇലക്ഷൻ പ്രോസസ്സിൽ മാത്രമല്ല, കഴിഞ്ഞ കുറച്ചു കാലമായി അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഒരു ശക്തമായ പ്രതിഷേധം എന്നുള്ള നിലയിൽ മാത്രമാണ് രാജി സന്നദ്ധത ഞാൻ അറിയിച്ചത്. അത് കോൺഗ്രസിലേക്ക് കഴിഞ്ഞ 22 വർഷക്കാലമായിട്ടുള്ള എൻ്റെ പ്രവർത്തനത്തിൽ 2009 മുതൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഗ്രൂപ്പുകൾക്ക് അതീതമായി സ്വതന്ത്രമായി നോമിനേഷൻ കൊടുത്ത് മത്സരിച്ചു വന്നിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം മാത്രമേ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. അതിനുശേഷം ഇലക്ഷൻ സിസ്റ്റം ആകുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപറ്റം ചെറുപ്പക്കാരുടെ പിന്തുണ കൊണ്ടുകൂടിയാണ് ഞാൻ ഭാരവാഹിത്വത്തിലേക്ക് ജയിച്ചു വന്നത്. അപ്പോൾ അവരുടെ എല്ലാം ഒരു അഭിപ്രായമായിരുന്നു, പ്രതിഷേധം രേഖപ്പെടുത്താൻ രാജി മാത്രം പോരാ, നമുക്കൊരു ഇലക്ഷൻ പ്രോസസ്സിലേക്ക് പോകണം, നമുക്ക് എത്ര ചെറിയ വോട്ട് തന്നെ ആയിരുന്നാലും അത് നമ്മുടെ പ്രതിഷേധമായി രേഖപ്പെടുത്തണമെന്ന് അവരുടെ താല്പര്യം അനുസരിച്ചാണ് നോമിനേഷൻ കൊടുത്തത്. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. വളരെ ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ വിപുലമായ പിന്തുണയാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തു നിന്ന് വരുന്നത്. ഒപ്പം മറ്റ് ഇതര സംഘടനയിൽ നിന്നും രാഷ്ട്രീയ ഭേദമന്യേ സാധാരണക്കാരിൽ നിന്നും ചെറുപ്പക്കാരിൽ നിന്നും എനിക്ക് കിട്ടുന്ന പിന്തുണ ഞാൻ വളരെ പ്രചോദനം നൽകുന്നതാണ്, വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. ഓക്കെ. ഈ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിന്റെ റൂറൽ മേഖലകളാണോ സിറ്റിയാണോ താങ്കൾക്ക് ഏറ്റവും അനുകൂലമായി താങ്കൾ കരുതുന്നത്? അല്ല, എനിക്ക് കൂടുതലും നെയ്യാറ്റിങ്കര പാറശാല മേഖലകളുമായി എനിക്ക് വളരെ അടുപ്പം, പണ്ട് മുതലേ കൂടുതൽ സജീവമായിരുന്ന മേഖലകൾ എന്നുള്ള നിലയിൽ എനിക്ക് കൂടുതൽ ബന്ധമുണ്ട്. എന്നാൽ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ എനിക്ക് കൂടുതലും വോട്ടുകൾ കിട്ടിയത് കഴക്കൂട്ടം മേഖലയിൽ നിന്നും വട്ടിയൂർക്കാവ് മേഖലയിൽ നിന്നുമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രണ്ട് മേഖലകളും ഒരുപോലെ എനിക്കിപ്പോൾ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് നിലവിലത്തെ സാഹചര്യം. എല്ലായിടത്തും തിരുവനന്തപുരം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ. അതിനുശേഷം ഓട്ടോ ഓടിച്ച് ജീവിച്ചിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളുമായി എനിക്ക് ഹൃദയപരമായ ബന്ധമുണ്ട്.
എനിക്ക് എല്ലാ മേഖലകളിലും പ്രവർത്തകരുണ്ട്, സൗഹൃദങ്ങളുണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ. സാധാരണ ഇപ്പോൾ താങ്കളെന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ എന്ന രീതിയിൽ പ്രത്യേകിച്ച് സഭകളിൽ നിന്നുള്ള ഒരു സപ്പോർട്ട്, പ്രത്യേകിച്ച് ബിഷപ്പുമാരുടെ അനുഗ്രഹം, താങ്കളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ബിഷപ്പുമാരുടെ അനുഗ്രഹത്തോടു കൂടിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം ഒരു വലിയൊരു അനുഗ്രഹം താങ്കൾക്ക് കൂടുതൽ വോട്ടുകൾ താങ്കൾക്ക് അനുകൂലമായി തേടി വരും എന്നൊരു പ്രതീക്ഷയുണ്ട്. ഞാനൊരു നാടാർ സമുദായത്തിൽ ജനിച്ച ഒരാളാണ്. ക്രിസ്ത്യൻ മേഖലകളിൽ ഞാൻ എല്ലാ ചർച്ചുകളിലും പോകുന്നതാണ്. ഞാൻ ക്രിസ്തീയ വിശ്വാസിയാണ്. അതൊരു പർട്ടിക്കുലർ ഇന്ന ചർച്ചിൽ എന്നില്ല. എല്ലാ ചർച്ചുകളിലും CSI പള്ളികളിൽ പോകാറുണ്ട്. ദീർഘകാലം മലങ്കര ചർച്ചിൽ ഞാൻ പോയിക്കൊണ്ടിരുന്നു. കാര്യം എൻ്റെ അമ്മച്ചി അവിടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ പോയിട്ടുണ്ടായിരുന്നു. അമ്മ പോകുന്നത് ലാറ്റിൻ കാത്തലിക് ചർച്ചിലാണ്. അപ്പോൾ എല്ലാ പള്ളികളുമായി എനിക്ക് പെന്തക്കോസ് പള്ളികളിൽ ഞാൻ പോകാറുണ്ടായിരുന്നു. കാര്യം എൻ്റെ അങ്കിൾ അവിടുത്തെ പാസ്റ്ററായിരുന്നു. അങ്ങനെ ക്രിസ്തീയ വിശ്വാസി എന്നുള്ളതിലല്ല ഞാൻ എല്ലാവരുമായി മതത്തിലപ്പുറം കഴിഞ്ഞ 22 വർഷക്കാലങ്ങളിൽ ബാലജന സഖ്യത്തിലൂടെ വന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന ആളാണ്. ഒരു മതേതര പ്രസ്ഥാനത്തിലാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത്. മരണം വരെയും ആ ഒരു മതേതര മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടായിരിക്കും ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള പിന്തുണ എനിക്കുണ്ട്. അത് ബിഷപ്പുമാരുടെ എന്ന് മാത്രമല്ല, ഞാൻ പല മേഖലകളിലും വിവിധ മേഖലകളിൽ എനിക്കുള്ള പിന്തുണകൾ ലഭിക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലുള്ള പിന്തുണയും എനിക്ക് അനുയോജ്യമായി മാറുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഒരിക്കൽ പലരും പറഞ്ഞു കേൾക്കുന്നത് താങ്കൾ BJPയെ സഹായിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്ന് ഒരു ഭാഗം, മറുഭാഗത്ത് പന്ന്യൻ രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റിനെ സഹായിക്കാനാണ് എന്നും ഒക്കെയുണ്ട്. അപ്പോൾ ഇത് താങ്കൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം താങ്കളെ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലോ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ടോ? ചർച്ചകൾ നടന്നിട്ടുണ്ടോ? അത് ഒരിക്കലും പുറത്തു പറയാൻ പാടില്ലാത്തതാണ്, എങ്കിൽ പോലും ചോദിക്കുന്നതാണ്. അങ്ങനെ എനിക്ക് BJPയിലോ CPMയിലേക്കോ ചേക്കേറുവാനോ അവരുടെ സഹായങ്ങളോ വേണമായിരുന്നുവെങ്കിൽ എൻ്റെ നെറ്റിയിൽ ഈ കാണുന്ന മുറിവടക്കം എനിക്ക് നേരിടേണ്ടി വന്ന ഒരുപാട് പീഡനങ്ങൾ എനിക്ക് ഉണ്ടാകേണ്ടി വരില്ലായിരുന്നു. ദീർഘകാലമായി CPMൻ്റെ യുവജന സംഘടനയായ DYFIയും വിദ്യാർത്ഥി സംഘടന SFIയുമായിട്ടും ഒക്കെ ഫൈറ്റ് ചെയ്ത് നിന്നിരുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് മർദ്ദനങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പോലീസ് കേസുകളിൽപ്പെട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത്രയും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് ഇടതുപക്ഷ സംഘടനകളുമായി ഉണ്ടായ വിരോധത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരിക്കലും അവരുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഞാനൊരു മതേതര പാർട്ടിയിൽ, മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടിയിൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചതാണ്. ഒരിക്കലും വർഗീയ പാർട്ടിയായ ഒരു BJP പോലൊരു സംവിധാനത്തിലേക്ക് ഒരിക്കലും നമുക്കത് ചിന്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. നിരവധി പേർ, അത് എനിക്ക് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പാർട്ടിയിലും എനിക്ക് യുവാക്കളുടെ ഇടയിലും മുതിർന്നവരുടെ ഇടയിലും എനിക്ക് സൗഹൃദങ്ങളുണ്ട്. പക്ഷേ അവരെന്നോട് പേഴ്സണലി സംസാരിച്ചു, നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ചു. പല രീതിയിലുള്ള സാമ്പത്തിക മടക്കമുള്ള വാഗ്ദാനങ്ങൾ എനിക്ക് നൽകി പിന്തുണ തരാം എന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് നിരസിക്കുവാനുണ്ടായിരുന്നു. കാരണം ആരിൽ നിന്നെങ്കിലും നമ്മൾ പണം പറ്റിയാൽ അവരുമായി നമുക്കൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകണം. എനിക്ക് തീർച്ചയായിട്ടും ഈ പ്രതിഷേധം കഴിഞ്ഞ് എൻ്റെ പ്രതിഷേധത്തിന് കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ കോൺഗ്രസ് പാർട്ടി, മഹത്തായ ഈ കോൺഗ്രസ് പാർട്ടി എന്നെ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ നയങ്ങൾ ശരിയാണെന്ന് കണ്ട് തിരിച്ചതിലേക്ക് തന്നെ ക്ഷണിക്കും. ആ ക്ഷണം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലേക്ക് നമ്മൾ പലപ്പോഴും പരിശോധിക്കുമ്പോൾ അവരെ മനസ്സറിയുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്നുള്ളത് ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയോട് എല്ലാവർക്കും സ്നേഹവും ഇഷ്ടവുമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു കാര്യം നടത്തി കൊടുക്കുന്ന കാര്യത്തിൽ വളരെ പിന്നിലാണ്, അല്ലെങ്കിൽ പ്രവർത്തകരോട് പോലും വലിയ മാന്യമായി പെരുമാറുന്നില്ല. ഇത് ഈ ഇലക്ഷനെ ബാധിക്കുമെന്ന് ഈ ഇലക്ഷൻ്റെ ചൂട് വരുന്നതിന് മുമ്പ് തന്നെ പലരും പറഞ്ഞു കേട്ട ഒരു കാര്യമാണ്. എന്താണ് താങ്കൾക്ക് അതേ സംബന്ധിച്ച് പറയാം? അല്ല, സ്റ്റാഫുകൾ എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്ന സ്റ്റാഫുകളുമായി മാത്രമാണ്. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഒരു കഴിഞ്ഞ 15 വർഷക്കാലത്തിന് മുമ്പ് വളരെ ആക്സിഡൻ്റലി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്ന ഒരാളാണ് ശ്രീ ശശി തരൂർ. താഴെത്തട്ടിലെ ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹം അതുവരെയും ജീവിച്ച ഒരു ഹൈഫൈ ലൈഫ് സ്റ്റൈലും അദ്ദേഹം കണ്ടിരുന്ന പോർഷ് മേഖലകളുമല്ല. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അവിടെ സാധാരണക്കാരനും പണക്കാരനും പല ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരുമായി പല രീതിയിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. അദ്ദേഹം അതുവരെ കൈകാര്യം ചെയ്തിരുന്ന മേഖലയിൽ നിന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ എനിക്ക് 35 വയസ്സാവുന്നു. എൻ്റെ ഈ 35 വർഷക്കാലത്തിനിടയിൽ തന്നെ 22 വർഷത്തെ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഏജ് ലിമിറ്റിൽ കേവലം 15 വർഷത്തെ മാത്രമാണ് എക്സ്പീരിയൻസ് ഉള്ളത്. അതിൻ്റെതായ ചില കുഴപ്പങ്ങൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ടീമിനും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്, ശശി തരൂരിനോട് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന എല്ലാ കാൻഡിഡേറ്റിനോടും ജനങ്ങൾക്കൊരു അതൃപ്തി. കാരണം ഇവർ വിജയിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഒന്നും സ്ഥലം ഇവിടെയല്ല, തിരുവനന്തപുരവുമായി ഇവർക്കൊന്നും യാതൊരു ബന്ധവുമില്ല. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരനെ പോലെ അദ്ദേഹവും ഈ ശശി തരൂരിനെ പോലെ തന്നെ ഒരു ഹൈഫൈ ലൈഫ് സ്റ്റൈലിൽ വന്ന് BPLൻ്റെ ചെയർമാനായി വന്ന്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വേറൊരു ലൈഫ് സ്റ്റൈലിൽ നിന്നുകൊണ്ട് സഹമന്ത്രിയായി കഴിഞ്ഞ 3 ടേമും അദ്ദേഹം കർണാടകയെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാജ്യസഭ വഴി അദ്ദേഹത്തിനും ആദ്യമായിട്ടാണ് ഈ ഒരു ഇലക്ഷൻ സ്റ്റണ്ട് അദ്ദേഹം നേരിടുന്നത്. അദ്ദേഹവും
ജനങ്ങളിൽ നിന്ന് വളരെ വിദൂരത്തിൽ തന്നെയാണ്. പന്ന്യൻ രവീന്ദ്രൻ കണ്ണൂരുകാരനാണ്, അദ്ദേഹവും ഇവിടുത്തുകാർ. പിന്നെ അദ്ദേഹം ദീർഘകാലം താഴെത്തട്ടിൽ പ്രവർത്തിച്ച ആളാണ്. പക്ഷെ 3 പേരും തിരുവനന്തപുരംകാർക്കൊരു വികാരമുണ്ട്. ആ വികാരം ഉൾക്കൊള്ളാത്ത ആൾക്കാരാണ് ഈ 3 സ്ഥാനാർത്ഥികളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ താങ്കളിപ്പോൾ ഇലക്ഷൻ മത്സരിക്കുന്നു. താങ്കളുടെ ലക്ഷ്യം ശശി തരൂരിനെ തോൽപ്പിക്കുകയാണോ അതോ താങ്കൾ വിജയിക്കുകയാണോ? തീർച്ചയായിട്ടും ഏതൊരു ഇലക്ഷനും അവരുടെ വിജയമാണല്ലോ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ തുടക്കത്തിൽ ഞാൻ വിജയം പ്രതീക്ഷിച്ചല്ല പരമാവധി വോട്ട് പിടിക്കുക, നമുക്ക് പിന്നെ പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ, നമ്മളെ അവഗണിക്കുന്നത് നമ്മളെ ഒന്നിനും കൊള്ളാത്തത് കൊണ്ടാണ് എന്ന് മാറ്റി പറയുന്നതിന് പകരം നമ്മൾക്ക് എന്നെപ്പോലെ സ്വതന്ത്രമായി മത്സരിച്ച് ഇതിനകത്ത് വന്ന ആൾക്കാർ അവഗണിക്കപ്പെടുന്നത് അവർക്ക് കഴിവുള്ളത് കൊണ്ടാണ് എന്ന് അവരെ തിരിച്ചറിയിപ്പിക്കണം. ആ ഒരു ബോധ്യം അവർക്ക് ഉണ്ടാകണമെന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. പക്ഷേ ഈ ഒരു ഇലക്ഷൻ പ്രോസസ്സിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് വിവിധ മേഖലകളിൽ നിന്നുകൊണ്ട് ഇനിയൊരു പുതിയ ആൾ വരട്ടെ, ഇവരെല്ലാം കണ്ട് ജനം മടുത്തു, ഇവരുടെ പൊള്ളയായ വാഗ്ദാനങ്ങൾ അവർക്ക് മനസ്സിനെ മരവിപ്പിച്ചു, ഒരു ചെറുപ്പക്കാരൻ പുതിയൊരാൾ വരട്ടെ എന്നുള്ളൊരു സമീപനം വിവിധ മേഖലകളിൽ നിന്ന് ലഭിക്കുന്നു. അപ്പോൾ തീർച്ചയായും ഞാൻ വിജയപ്രതീക്ഷയിലാണ്. വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം. ഈ കോൺഗ്രസിനുള്ളിൽ പ്രത്യേകിച്ച് യൂത്തിന്, ചെറുപ്പക്കാർക്കൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഇത് ഏത് കാലം മുതലാണ് ഈ ചെറുപ്പക്കാരെ ഒഴിവാക്കി തുടങ്ങിയത്, അല്ലെങ്കിൽ ഒരു അകറ്റി നിർത്തപ്പെടുന്നത്? അല്ല, ചെറുപ്പക്കാരെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ മുതിർന്നവരെ എല്ലാം അവഗണിക്കുക എന്നല്ല ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം. ചെറുപ്പക്കാരെ എല്ലാവർക്കും MLA ആകാൻ, എല്ലാവർക്കും MP ആകാൻ ഒന്നും സാധിക്കില്ല. പക്ഷേ അവരവർ വർക്ക് ചെയ്യുന്ന മേഖലകളിൽ അവരവരുടെ കഴിവ് തെളിയിക്കുമ്പോൾ അവർക്ക് അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ട്, അംഗീകാരങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രം ആവശ്യപ്പെട്ടിരുന്ന ഒരു വിഭാഗത്തിൻ്റെ ഒരു ഗ്രൂപ്പുകൾക്ക് അതീതമായി ശബ്ദമുയർത്തിയിരുന്ന ആൾക്കാരുടെ ഒരു കൂട്ടത്തിൽ ഒരു പ്രതിനിധി കൂടിയാണ് ഞാൻ. അപ്പോൾ ഈ അവഗണന എന്ന് പറയുന്നത് ചില അധികാര കേന്ദ്രങ്ങളുടെ അവർ കുറേ കാലമായി കൈയടക്കി വെച്ചിരുന്ന ചില നിലപാടുകളുണ്ട്. അതിനെ ചോദ്യം ചെയ്യപ്പെട്ട കാലം മുതൽ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 2009 സംഘടനാ തെരഞ്ഞെടുപ്പിന് ശേഷം അത് വളരെ ശക്തമായി പ്രത്യക്ഷത്തിലാവുകയായിരുന്നു ചെയ്തത്. ഓക്കെ, ഇപ്പോൾ ഈ കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് ഇപ്പം ശക്തമായി ഒരു വിവാദത്തിലുള്ള ഒരു കാര്യമാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു പ്രദർശനത്തെക്കുറിച്ചിട്ട്. എന്താണ് ഇത്? പ്രദർശനത്തിന് ആവശ്യമാണോ? പ്രദർശനത്തിൽ നിന്ന് മാറ്റിവെക്കപ്പെടേണ്ടതാണോ? താങ്കളുടെ അഭിപ്രായം എന്താണ് അതിനെക്കുറിച്ച്? ഒരു നിലപാട് ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഞാനത് കണ്ടില്ല. ഞാനത് ഇന്നലെ ഏതോ ചാനലിൽ അത് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയതേ ഉള്ളൂ. എന്താണ് അതിൻ്റെ കഴമ്പെന്ന് എനിക്കറിയില്ല. വ്യക്തമായി അറിയാത്തൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല. ഓക്കെ, അപ്പോൾ ഷൈൻലാൽ MPയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് തുടങ്ങാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. താങ്കൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് പോലെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കൺവെൻഷനുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണോ നടന്നു വരുന്നത്? തീർച്ചയായിട്ടും. ഇന്നലെയായിരുന്നു നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി. അപ്പോൾ ചിഹ്നം ഇന്നലെയാണ് അലോട്ട് ചെയ്ത് കിട്ടിയത്. നിങ്ങൾ പറഞ്ഞതുപോലെ ക്യാമറയാണ് എൻ്റെ ചിഹ്നം. അപ്പോൾ 26-ാം തീയതി നടക്കുന്ന ഇലക്ഷനിൽ ഓരോ ക്ലിക്കും എനിക്ക് തന്നെ ആകണം എന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 13-ാം തീയതി പാപ്പനംകോട് നിന്ന് ഇലക്ഷൻ കൺവെൻഷനോടുകൂടി ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ സജീവമായി ആരംഭിക്കുകയാണ്. അപ്പോൾ വിവിധ മേഖലകളിലെ രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരെ കാണുകയും പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന പ്രോസസ്സിങ്ങിലാണ്. അതിൻ്റെ ഞങ്ങളുടെ ഒരു ടീമായി അതിൻ്റെ പിന്നാലെയാണ്. 13-ാം തീയതി മുതൽ പരസ്യമായ ഇലക്ഷൻ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകും. ചിഹ്നം ഇന്നലെയാണ് ലഭിച്ചത്. ഓക്കെ, ഈ സാധാരണക്കാരന് താങ്കൾക്ക് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിലുള്ള പരിഗണനയും പരിചയവും ഉണ്ട്. ഈ പരിചയത്തെ ഈ ഇലക്ഷന് വ്യക്തിപരമായി താങ്കൾ ഇപ്പോൾ സ്വതന്ത്രമായി മത്സരിക്കുന്ന ഈ ഇലക്ഷന് പ്രയോജനപ്പെടുത്തുമോ എല്ലാ സ്ഥലങ്ങളിലും? തീർച്ചയായിട്ടും. അതൊരു കോൺഗ്രസ്സുകാരൻ എന്നുള്ളതിലുപരി ഒരു ചെറുപ്പക്കാരൻ എന്നുള്ളൊരു അക്സെപ്റ്റൻസ് എനിക്കത് എല്ലാ മേഖലയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. മീൻസ് ഇതിനകത്ത് അവഗണിക്കപ്പെട്ടുകൊണ്ടിരുന്നത് ഞാൻ മാത്രമല്ല, എനിക്ക് മുന്നേ പലരും അവഗണിക്കപ്പെട്ട് പ്രതികരിക്കാൻ ശേഷിയില്ലാതെ സ്വയം ഒഴിഞ്ഞ് മാറി നിൽക്കുന്ന ഒത്തിരി പേർ, കളമൊഴിഞ്ഞ ഒത്തിരി കോൺഗ്രസ്സുകാർ ഇവിടെയുണ്ട്. അവരുടെ എല്ലാം പിന്തുണ, അവരുടെ എല്ലാ കുടുംബങ്ങളുടെ പിന്തുണ, അവരുടെ പ്രവൃത്തി പരിചയം, അവരുടെ പിന്തുണ എല്ലാം എനിക്ക് അനുകൂലമായി മാറുമെന്നാണ്. ഈ ഷൈൻ കുറേ കാലം തീർച്ചയായിട്ടും ഈ ഓരോ മണ്ഡലങ്ങളുടെയും അടിസ്ഥാനം തൊട്ട്, കാരണം വെച്ചാൽ കാൻഡിഡേറ്റിനൊപ്പം യാത്ര ചെയ്ത ആളാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഞാൻ ചോദിക്കുമ്പോൾ ഇപ്പോൾ ബാലരാമപുരത്ത് വെച്ച് നമ്മുടെ ശശി തരൂരിനെതിരെ കോൺഗ്രസ് പ്രവർത്തകരെ അവരുടെ രോഷം പ്രകടിപ്പിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം, കഴിഞ്ഞ 15 വർഷക്കാലം എടുത്തു പറയത്തക്ക ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയാതെ താങ്കൾ പോയതിനുള്ള അമർഷം കാണിക്കുകയാണ്. ഈ അമർഷം കേരളത്തിലുടനീളം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെന്റിൽ ഉടനീളം ഉണ്ടാവുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ശരി, ഞാൻ നേരത്തെ പറഞ്ഞു ശശി തരൂർ തിരുവനന്തപുരത്തിൻ്റെ MP ആയിരുന്നു കഴിഞ്ഞ 15 വർഷക്കാലം. അതുപോലെ തന്നെ 18 വർഷക്കാലം കേന്ദ്ര സഹമന്ത്രിയായിരിക്കുകയും രാജ്യസഭാ അംഗവുമായിരുന്ന കർണാടക ബേസ് ചെയ്തിട്ടുള്ള ആളാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹവും തിരുവനന്തപുരത്തിന് വേണ്ടി യാതൊന്നും ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല.
പ്രത്യേകിച്ച് കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തതായി എനിക്കില്ല. ശശി തരൂറും കഴിഞ്ഞ 15 വർഷക്കാലമായി അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നതിൽ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. നാളുകളിൽ എനിക്കൊരു അവസരം കിട്ടിയാൽ അദ്ദേഹം പറഞ്ഞിരുന്ന വാഗ്ദാനങ്ങൾ മാത്രം പാലിക്കേണ്ട ഒരു ദൗത്യം മാത്രമേ എന്നിൽ നിക്ഷിപ്തമാകുന്നുള്ളൂ. കാരണം അദ്ദേഹം പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം, അദ്ദേഹം പ്രകടന പത്രികയിൽ വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ബാലരാമപുരത്ത് ഒരു ഫ്ലൈ ഓവർ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് എൻ്റെ ഒരു ആൻറ്റിയുടെ മകൾ ഒരു 3-4 വയസ്സുള്ളപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്. അവരിന്ന് വോട്ടിംഗ് സാഹചര്യത്തിലേക്ക് എത്തി, അവരിന്ന് 18-19 വയസ്സിലേക്ക് എത്തി. അവരടക്കമുള്ള അന്നത്തെ അത് കേട്ടിരുന്ന ലക്ഷോപലക്ഷം ആൾക്കാരുടെ ആ ഒരു തലമുറയുടെ ഒരു പ്രതിധ്വനി ഉണ്ടാകും. തീർച്ചയായിട്ടും 15 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞ വാഗ്ദാനങ്ങൾ പോലും ഇന്ന് പാലിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് പാലിക്കുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പോലും ജനങ്ങൾക്ക് ഒരുപാട് ഗുണകരമാവുന്ന കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഈ ഷൈൻലാലിന് അടി തന്നത് ഒരുപക്ഷെ താഴേക്കിടയിലുള്ള രാഷ്ട്രീയത്തിൽ നിന്ന് ജ്വലിച്ചു നിന്ന ആളാണ് ഷൈൻലാൽ. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷക്കാരുടെ അടിയും ഒക്കെ ഏറ്റിട്ടുള്ള മുഖമാണ് ഇത്, അല്ലെങ്കിൽ ശരീരമാണ് ഇത്. ഇടതുപക്ഷക്കാർ ഇന്നും നല്ല സൗഹൃദങ്ങൾ ഇപ്പോഴും ഉണ്ടോ? ആ സൗഹൃദങ്ങൾ താങ്കൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സൗഹൃദങ്ങൾ നിങ്ങൾക്ക് തുണയായി നിൽക്കും? തീർച്ചയായിട്ടും. ഒരു വിദ്യാർത്ഥി കാലഘട്ടങ്ങളിൽ ഫൈറ്റ് ചെയ്യുന്നവർ വിദ്യാർത്ഥി രാഷ്ട്രീയം കഴിഞ്ഞ് പൊതുരംഗത്തേക്ക് ഒരു യൂത്ത് ലെവലിലേക്ക് വരുമ്പോൾ ആ പഴയ കോളേജ് ലൈഫിലെ വൈരാഗ്യങ്ങളെല്ലാം മാറി, പിണക്കങ്ങളെല്ലാം മാറി ഒരു സൗഹൃദ രാഷ്ട്രീയത്തിലേക്ക് വരും. അപ്പോഴും ആശയപരമായ രണ്ട് തട്ടിലായതുകൊണ്ട് വിയോജിപ്പുകൾ ഒരുപാടാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അവരും നമ്മളെ വിലയിരുത്തുമല്ലോ. അപ്പുറത്തെ പ്രസ്ഥാനത്തിൽ ഒരു ചെറുപ്പക്കാരൻ്റെ പ്രവർത്തനങ്ങൾ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മൾ നോക്കി കാണുന്നത് പോലെ തന്നെ എല്ലാവരും നമ്മളെയും നോക്കി കാണുന്നുണ്ട്. അപ്പോൾ നമുക്കുണ്ടായ അവഗണന, നമുക്കുണ്ടായ ഈ മുറിവ്, അത് സ്വാഭാവികമായിട്ടും അവരെയും വേദനിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് പേർ എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെല്ലാം വോട്ടായി മാറുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ക്ലിക്കും ഈ ക്യാമറയിലേക്ക് തന്നെ കൊടുക്കണം എന്നാണ് ഷൈന് പറയാനുള്ളത്, അല്ലേ ഷൈൻ? തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാ വിജയാശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.